യുഡേസ് ഈ വർഷം ചെയ്യേണ്ടത് യുഡേസ് പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ഓൾ മൊഡ്യൂൾ എന്നുള്ളത് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ കേരള പോവുക. എന്നിട്ട് ഗോ കൊടുക്കുക. ഗോ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സാധാരണ യൂസർ നെയിം പാസ്വേഡും ചോദിക്കും. അപ്പോൾ നേരത്തെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ യൂസർ നെയിം കഴിഞ്ഞ വർഷത്തെ യുഡേസ് കോഡും പാസ്വേഡ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും. ഇതിപ്പോൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് നേരിട്ട് ഓപ്പൺ ആയത്. ഇതിൽ 2023-24 കുട്ടികളെയാണ് ഈ ബ്ലൂ കളറിലായി കാണുക. ഈ റെഡ് കളറിൽ പോയി കഴിഞ്ഞാൽ ഈ വർഷത്തെ കുട്ടികളുടെ ഡാറ്റ. ഈ വർഷം ഈ കുട്ടികളെല്ലാം 0 ആണ്. ഇതിലേക്ക് കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുക. എന്നിട്ട് TC വന്ന കുട്ടികളെ അതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം എല്ലാ ക്ലാസ്സുകാരും ഒന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് എണ്ണം ഒന്ന് കറക്റ്റാക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനൊരു മൊഡ്യൂൾ പേജ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രഷൻ ആക്ടിവിറ്റി എന്ന് ഈ ഇടത് ഭാഗത്ത് ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രഷൻ മൊഡ്യൂൾ എന്നുള്ളത് കാണും. അതിൽ ഗോ കൊടുക്കുക. ഗോ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ക്ലാസ്, സെലക്ട് സെക്ഷൻ, അതായത് ഏത് ക്ലാസ് കഴിഞ്ഞ വർഷം നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികളെ ഇതിൽ പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ A ക്ലാസ് ചെയ്തു, അത് കാരണം ഞാൻ B ക്ലാസ്സിൻ്റെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഗോ കൊടുക്കുന്നുണ്ട്. ഗോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കുട്ടികളുടെ പേര് കാണിക്കും. ഈ പേരിൽ ഈ കുട്ടിയെ അടുത്ത ക്ലാസ്സിലേക്ക് എക്സാം എഴുതിയിട്ടാണ് അതായത് പ്രൊമോട്ടഡ് വിത്ത് എക്സാമിനേഷൻ എന്നുള്ള ആ സംഭവം കൊടുത്തിട്ട് പാസ്സാക്കുക. കുട്ടിയുടെ മാർക്കിൻ്റെ ശതമാനം കൊടുക്കുക. എത്ര ദിവസം അറ്റൻഡൻസ് 198 മുഴുവൻ അറ്റൻഡൻസുള്ള കുട്ടികളുടെ. അല്ലാത്ത കുട്ടികളുടെ 1-2 കുറവുള്ളത് അത് പ്രൊമോഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് നോക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസിൽ സ്റ്റഡിങ് സെയിം സ്കൂളാണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ അമർനാഥ് അങ്ങനെ TC മേടിച്ചിട്ട് പോയ കുട്ടികളെ നമ്മൾ ഇത് കൊടുത്തിട്ട് ഒഴിവാക്കുക. വിത്തൗട്ട് TC കുട്ടി പാസ്സായി. അപ്പോഴേ അവിടുത്തെ സ്കൂളിൽ ഇനിയിപ്പോൾ ബൊമ്മണൂരത്ത് പോയ കുട്ടികൾക്ക് അമർനാഥിന് 4ാം ക്ലാസ്സിൽ കിട്ടണമെങ്കിൽ നമ്മളിതിൽ പ്രൊമോട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലത്തെ കുട്ടികളാണെങ്കിൽ A ക്ലാസ്സോ B ക്ലാസ്സോ എന്നുള്ളത് ഇതിൽ പോയിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ആവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പുറത്തെ അപ്ഡേറ്റ് പറഞ്ഞിട്ടൊരു കോളമുണ്ട്. ആ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ആക്കി. അങ്ങനെ ഈ പേജിൽ 10 കുട്ടികളുണ്ടാവും. അതിൻ്റെ താഴത്തിന് ഫൈനലൈസ് ഉണ്ടാവും. അതിപ്പോൾ ഫൈനലൈസ് ചെയ്യേണ്ട. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ അടുത്തൊരു പേജും കൂടി ഉണ്ട്. ഇതിലിപ്പോൾ പേജ് നമ്പർ 10 20 ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളെയും ഇങ്ങനെ സെലക്ട് ചെയ്ത് അടുത്ത പേജായിട്ട് കൊടുത്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ മുഴുവൻ കുട്ടികളും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കുട്ടികളെ മുഴുവൻ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലൈസ് കൊടുക്കുക, കൺഫർമേഷൻ കൊടുക്കുക. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുട്ടികളുടെ ഡാഷ്ബോർഡിൽ പോയിട്ട് 24-25 പോയി നോക്കിയാൽ ഇവിടെ കുട്ടികളുടെ എണ്ണം വന്നിട്ടുണ്ടാവും. അത് അപ്ഡേറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ഡേഷൻ വരുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എല്ലാ ക്ലാസ്സുകാരും ചെയ്യേണ്ടത്. എല്ലാ ക്ലാസ്സുകാരും ചെയ്ത് നമ്മുടെ ടോട്ടൽ സ്ട്രെങ്ത്ത് ടാലി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വരും. അപ്പോൾ ചെയ്യാം. അതിന് മുന്നേ TC മേടിച്ചിട്ട് വന്ന കുട്ടികളെ LKG UKG പുതിയ കുട്ടികളൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഈ പ്രൊമോഷൻ പ്രോസസ്സ് ഒന്ന് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക.